ഗായകരായ ബിന്നി കൃഷ്ണകുമാറിന്റെയും മകളാണ് ശിവാംഗി കൃഷ്ണകുമാർ. ഗായികയാണെങ്കിൽ കൂടിയും ശിവാംഗി ആരാധകരെ സമ്പാദിച്ചത് ഒരു തമിഴ് റിയാലിറ്റി ഷോയിലൂടെയാണ്. ഇന്ന് ഗായിക മാത്രമല്ല, നടിയും മോഡലും ഡാൻസറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എല്ലാമാണ് ശിവാംഗി. ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞാൽ അഭിമുഖങ്ങളുടെ സരസമായ നിഷ്കളങ്കമായ സംസാരം കൊണ്ട് മലയാളികളുടെ നെഞ്ചിലേറിയ ഒരേ ഒരാൾ ഒരുപക്ഷെ ശിവാംഗി ആയിരിക്കും. വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അതെല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോൺ ഉണ്ട് പ്ലസ് ഞാൻ ആ കാശിന്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ്. 27-കാരിയായ ശിവാംഗി ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കവേ തന്റെ പ്രണയത്തെക്കുറിച്ചും നഷ്ടപ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചും തനിക്ക് ക്രഷ് തോന്നിയ ചില നടന്മാരെ കുറിച്ചുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എവിടെ തിരിഞ്ഞാലും തനിക്ക് നേരെ വരുന്നതെന്നാണ് ശിവാംഗി പറയുന്നത്. ആ ഒരു സദസ്സിലുണ്ടായിരുന്ന നടി ലെനയുടെ വിവാഹ ജീവിതത്തെ പരാമർശിച്ചും ശിവാംഗി സംസാരിക്കുകയുണ്ടായി. ലെനയുടെ ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഭർത്താവും ഗഗൻയാൻ ദൗത്യ സംഘത്തിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമൊക്കെയായ പ്രശാന്ത് ബാലകൃഷ്ണൻ ലെനയെ പരിചയപ്പെടുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും ഇരുവരും വിവാഹം ചെയ്യുന്നതുമൊക്കെ. ലെന ചേച്ചിയുടെ മാരേജ് സ്റ്റോറി തനിക്ക് ഇഷ്ടപ്പെട്ടുവെന്നും അതുപോലെ തന്റെ ഇന്റർവ്യൂ കണ്ട് ആരെങ്കിലും വന്ന് തന്നെ പ്രപ്പോസ് ചെയ്താൽ നന്നായിരുന്നുവെന്നും ശിവാംഗി തുറന്നു പറയുന്നുണ്ട്. ഇത് കേട്ട് സദസ്സിലാകെ കയ്യടി നിറയുകയും ചെയ്തു. കാരണം താനായിട്ട് പരിശ്രമിക്കുന്ന പ്രണയങ്ങളൊന്നും വർക്കൗട്ട് ആകുന്നില്ല. ഇന്റർവ്യൂ കണ്ട് ആരെങ്കിലും തന്നെ തേടി വരണം. എല്ലാവരുടെയും വിചാരം താൻ കമ്മിറ്റഡ് ആണെന്നാണ്. എന്നാൽ താൻ കമ്മിറ്റഡ് അല്ല എന്നും ശിവാംഗി പറയുന്നുണ്ട്. പിന്നെ വേറെയും ചില പ്രോബ്ലങ്ങളുണ്ട് ഇതിനിടയ്ക്കെന്നും ശിവാംഗി കൂട്ടിച്ചേർക്കുകയാണ്. എന്നാൽ താൻ ഒരുപാട് എക്സ്പെക്ടേഷനുകളുള്ള ആളാണ് പങ്കാളിയുടെ കാര്യത്തിലെന്നാണ് പൊതുവെ ജനങ്ങളുടെ ഒരു ധാരണ. എന്നാൽ പക്ഷേ തനിക്ക് അങ്ങനെ ഒന്നും തന്നെയില്ല. പക്ഷേ നടൻ ഉണ്ണി മുകുന്ദനോട് തനിക്ക് ക്രഷ് ഉണ്ടെന്നത് ശരിയാണെന്ന് ശിവാംഗി തുറന്നു പറയുന്നു. പിന്നെ ധ്രുവ് വിക്രം, ആസിഫ് അലി, പടക്കളം സന്ദീപ് എന്നിവരോടെല്ലാം തനിക്ക് ക്രഷുണ്ട്. കൂട്ടത്തിൽ ഉണ്ണി മുകുന്ദൻ തന്റെ ചൈൽഡ്ഹുഡ് ക്രഷാണ്. ഉണ്ണി മുകുന്ദന്റെ ഹൈറ്റും മസിൽ ബോഡിയും ഒക്കെ തനിക്ക് ഏറെ ഇഷ്ടമാണ്. എന്നാൽ പക്ഷെ ഉണ്ണി മുകുന്ദന്റെ മാർക്കിടാൻ പറഞ്ഞാൽ മാർക്കിടാൻ താൻ ആളല്ല. ദൈവം സൃഷ്ടിച്ചതിന് നമ്മൾ മാർക്കിടാൻ യോഗ്യരല്ല എന്ന് ശിവാംഗി പറയുമ്പോൾ സദസ്സിലാകെ കയ്യടി നിറഞ്ഞു. അതുപോലെ തന്നെ താനൊരു ജെൻസി കിഡ് ആണെങ്കിൽ പോലും ഓൾഡ് സ്കൂൾ കുട്ടിയാണ്. ചെറിയ കാര്യങ്ങൾ പോലും തനിക്ക് വലിയ കാര്യമാണെന്ന് കൂടി ശിവാംഗി കൂട്ടിച്ചേർക്കുന്നു. റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പക്ഷേ തനിക്കതൊന്നും പറ്റില്ല. റീഅഷുറൻസ്, ടൈം, അറ്റൻഷൻ അതൊക്കെ തനിക്ക് മാറ്റർ ആണെന്നാണ് ശിവാംഗി പറയുന്നത്. എന്നാൽ ഇപ്പോഴുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞതൊക്കെ വളരെ കുറവാണ്. പ്രണയത്തിന് വേണ്ടി താൻ ഇനി അങ്ങോട്ട് പോയി ആരെയും അപ്രോച്ച് ചെയ്യില്ല എന്നും അങ്ങനെ ചെയ്തപ്പോഴെല്ലാം അവർ തന്നെ തേച്ചിട്ട് പോയെന്നും ശിവാംഗി സങ്കടത്തോടെ പറയുന്നു. തന്റെ കല്യാണത്തിന് വേണ്ടി സമ്പാദിച്ച കാശുകൊണ്ട് താൻ അടുത്തിടെ പുതിയ കാർ വാങ്ങിയെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ശിവാംഗി. 25-ാമത്തെ വയസ്സിനുള്ളിൽ വിവാഹം നടക്കുമെന്ന് കരുതിക്കൊണ്ടാണ് FDയിൽ താൻ പണം നിക്ഷേപിച്ചത്. 27-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കുട്ടിക്ക് ജന്മം നൽകണമെന്നും 30-ൽ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നൊക്കെയാണ് താൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്റെ വിവാഹം 25-ാമത്തെ വയസ്സിൽ നടന്നില്ല. അതുകൊണ്ട് താൻ വിവാഹത്തിന് വേണ്ടി മാറ്റിവെച്ച ആ പണം വെച്ച് പുതിയൊരു കാർ വാങ്ങിയെന്നാണ് ശിവാംഗി പറയുന്നത്. അതുപോലെ തന്നെ തനിക്ക് എത്ര മക്കൾ വേണമെന്ന് കൂടി ശിവാംഗി പറയുന്നുണ്ട്. 2 കുട്ടികൾ മതി തനിക്ക്. കാരണം ഒരു കുട്ടിയെ ഇന്നത്തെ കാലത്ത് LKGയിൽ ചേർക്കാൻ പോലും 1.5 ലക്ഷം രൂപയാണ് ഫീസ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ പിറന്നാൽ അവരെ ആര് പഠിപ്പിക്കുമെന്നും ശിവാംഗി ചോദിക്കുന്നുണ്ട്. ഏതായാലും ശിവാംഗിയുടെ ഈ ഒരു സരസമായ സംഭാഷണം കൊണ്ട് തന്നെ ഈ വീഡിയോ അതിവേഗത്തിൽ ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിയിട്ടുണ്ട്.